നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഹോശേയ പ്രവചനം 2-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി അല്ലെങ്കിൽ എൻ്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ അല്ലെങ്കിൽ കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പീൻ. വ്യവഹരിപ്പീൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ. അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്തു നിന്നും വ്യഭിചാര മുല്ലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലം പോലെയും ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവളുടെ മക്കളോട് കരുണ കാണിക്കുകയില്ല. അവർ പരസംഗത്താൽ ജനിച്ച മക്കളല്ലോ. അവരുടെ അമ്മ പരസംഗം ചെയ്തു, അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു. എനിക്ക് അപ്പവും വെള്ളവും ആട്ടുരോമവും ശണവും എണ്ണയും പാനീയവും തരുന്ന എൻ്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാൻ ഒരു മതിൽ ഉണ്ടാക്കും. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല. അവൾ അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല താനും. അപ്പോൾ അവൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും. ഇന്നത്തെക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലത്ത് എൻ്റെ ധാന്യവും തത്സമയത്ത് എൻ്റെ വീഞ്ഞും ഞാൻ മടക്കി എടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിന് കൊടുത്തിരുന്ന എൻ്റെ ആട്ടിൻ രോമവും ശണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ അവളുടെ ജാരന്മാർ കാണെ അവളുടെ നാണിടത്തെ അനാവൃതമാക്കും. ആരും അവളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കയില്ല. ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളുമെല്ലാം ഇല്ലാതെയാക്കും. ഇത് എൻ്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞ മുന്തിരി വള്ളികളെയും അത്തി വൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ചു കളയും. കാട്ട് മൃഗങ്ങൾ അവയെ തിന്നുകളയും. അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നുകളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു ചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവന കാലത്തിലെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയയാകും. അന്നാളിൽ നീ എന്നെ ബാലി അല്ലെങ്കിൽ ഉടയവനെ എന്നല്ല, ഈശി അല്ലെങ്കിൽ ഭർത്താവേ എന്ന് വിളിക്കും എന്നവരുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ ചൊല്ലി സ്മരിക്കയില്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹം നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവ ഇസ്രയേലിൻ്റെ ഉത്തരവും നൽകും. ഞാൻ അതിനെ എനിക്കായിട്ട് ദേശത്ത് വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും. നീ എൻ്റെ ദൈവം എന്ന്
അവരും പറയും. ഹോശേയ്ക്ക് പരസംഗക്കാരിയായ ഭാര്യ ഗോമേരിൽ ജനിച്ച ഒരു മകന് എൻ്റെ ജനമല്ല എന്ന അർത്ഥത്തിൽ ലോ അമ്മി എന്ന് പേർ വിളിക്കാനും, മകൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന അർത്ഥത്തിൽ ലോരൂഹമ എന്ന് പേർ വിളിക്കാനും ദൈവം പറഞ്ഞ കാര്യമാണ് 1-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് ഉള്ളത്. പരസംഗം നിമിത്തം ഹോശേയ ഭാര്യ ഉപേക്ഷിച്ചു. എന്നാൽ ദൈവം അവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കുന്ന കാലത്ത് എൻ്റെ ജനം എന്ന അർത്ഥത്തിൽ അമ്മി എന്നും കരുണ ലഭിച്ചവൾ എന്ന അർത്ഥത്തിൽ രൂഹമ എന്നും വിളിക്കുവാൻ ദൈവം കൽപ്പിച്ച കാര്യമാണ് 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യം. ഇസ്രായേൽ ജനം ഒരു പരസംഗക്കാരി സ്ത്രീയെപ്പോലെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതിനാൽ ദൈവം അവളെ ഉപേക്ഷിച്ചതാണ് ഇസ്രായേലിന്റെ പ്രവാസവും പീഡയും കാണിക്കുന്നത്. എന്നാൽ മക്കളുടെ കാലത്ത് അവർ അനുദപിച്ചതിനാൽ ദൈവം ക്ഷമിക്കുന്നതിനെ ആണ് ഈ ചിത്രീകരണം സൂചിപ്പിക്കുന്നത്. അതാണ് 7-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും എന്ന് പറയുന്നത്. പാപം ചെയ്ത ഇസ്രായേലിനെ ദൈവം പ്രവാസത്തിൽ അയച്ച് ശിക്ഷിച്ചതുപോലെ ഹോശേയ പരസംഗക്കാരിയായ ഭാര്യയെ ഉപേക്ഷിച്ചെങ്കിലും 7-ാം വാക്യം പോലെ മടങ്ങി വരാൻ താല്പര്യപ്പെട്ട ഭാര്യയോട് ഹോശേയ ഹൃദ്യമായി സംസാരിച്ചു എന്ന് 14-ാം വാക്യം പറയുന്നു. ഹോശേയയുടെ ഭാര്യയോട് സംസാരിച്ചതുപോലെ ദൈവം ഇസ്രായേലിനോട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. ഇസ്രായേൽ അനുതാപത്തോടെ ഹോശേയയുടെ ഭാര്യ മടങ്ങി വന്നതുപോലെ മടങ്ങി വന്നതിനാൽ ദൈവം അവരെ വീടുകളും തോട്ടങ്ങളും നൽകി അനുഗ്രഹിച്ചുവെന്നാണ് 15-ാം വാക്യം. അതിനാൽ ഇസ്രായേലിന് ദൈവത്തെ കർത്താവേ അല്ലെങ്കിൽ ഈശി എന്ന് വിളിക്കാനിടയായി. ജനമല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ജനം എന്ന് പറയാൻ ഇടയാകും എന്ന് പറഞ്ഞ് ഈ 2-ാം അധ്യായം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, നമ്മൾ ദുഷ്ടത വിട്ട് പാപം വിട്ട് അറിയായ്മയുടെ കാലങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, കർത്താവിനെ സ്നേഹിക്കാൻ അനുസരിക്കാൻ ആരാധിക്കാൻ തയ്യാറായാൽ ക്ഷമിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ കർത്താവ് ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഏറെ പ്രയോജനപ്പെടുത്താനിടയായി. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ കണ്ട് അത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി യാചിക്കാൻ അപേക്ഷിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തും. അതാണ് ഹോശേയ 2-ാം അധ്യായം നൽകുന്ന പാഠം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.